ലേബർ കോഡിനെതിരെ തൊഴിലാളികൾ ഒന്നടങ്കം പണിമുടക്കിയപ്പോൾ കാസർഗോട്ട് ജോലി തരൂ എന്നാവശ്യപ്പെട്ട് ജീവനക്കാരൻ നടത്തിയ ഒറ്റയാൾ സമരം കൗതുകമായി. KSRTC ഡിപ്പോയാണ് വേറിട്ട സമരത്തിന് വേദിയായത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. KSRTC ഡ്രൈവറായ നസീറാണ് തൊഴിൽ തരൂ എന്നാവശ്യപ്പെട്ട് കാസർഗോഡ് ഡിപ്പോയിൽ ദേശീയ പണിമുടക്ക് ദിവസം ഒറ്റയാൾ സമരം നടത്തിയത്. തൊഴിലാളി യൂണിയനുകളുടെ സമരം വ്യാജമാണെന്നും 24 മണിക്കൂറും ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന KSRTCക്ക് ഓശാന പാടുന്ന യൂണിയനുകൾ 12 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറയുന്നതിനെ എതിർക്കുന്നത് കാപട്യമല്ലേ എന്നും നസീർ ചോദിക്കുന്നു. മാത്രമല്ല, യൂണിയനുകളിലുള്ളത് നോക്കുകൂലിക്കാരും പണിയെടുക്കാതെ കൂലി വാങ്ങി സുഖമായി ജീവിക്കുന്നവരുമാണെന്നും ഇദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. 24 മണിക്കൂറോളം ഒറ്റയ്ക്കിരുന്ന് വാഹനം ഓടിക്കുന്ന സ്ഥിതിയാണ് നിലവിൽ അപൂർവ ഷെഡ്യൂളുകളുള്ളത്. 10 മണി തെങ്കാശം പോലത്തെ ഡ്യൂട്ടികളുള്ളത്. അതുകൊണ്ട് ഇത്തരം 12 മണിക്കൂർ ലേബർ കോഡ് വരാണെങ്കിൽ KSRTCയിൽ 10 മണി തെങ്കാശമുള്ള ഡ്യൂട്ടികൾ അപകടത്തിൽപ്പെടുന്നത് കുറയാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. KSRTC ജീവനക്കാർക്ക് ശമ്പളത്തിലുള്ള വരുമാനമെങ്കിലും ഉണ്ടാക്കാനും ജീവനക്കാർക്ക് സ്വപ്നതുല്യമായ ജോലി ഉറപ്പാക്കാനും സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെയെല്ലാം അട്ടിമറിക്കാനാണ് യൂണിയനുകൾ പണിമുടക്കിയതെന്നും ആരോപിച്ച നസീർ, ജോലി ചെയ്ത് കൂലി വാങ്ങി ജീവിക്കണമെന്നാഗ്രഹിക്കുന്നവർ ഇത്തരം സമരപ്രസ്ഥാനങ്ങളെ അനുകൂലിക്കില്ലെന്നും അഭിപ്രായപ്പെട്ടു. KSRTCയിൽ 12 മണിക്കൂർ ലേബർ കോഡ് പറയുകയാണെങ്കിൽ ഈ കാണുന്ന അപകടങ്ങളിൽ 80% കുറയും. കാരണം ഇപ്പോൾ KSRTC ഡ്രൈവർമാർ ഒറ്റയ്ക്കിരുന്ന് 24 മണിക്കൂർ ഓടിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിലാണ് എന്നെ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ അടിച്ചേക്കുന്നത്. അപ്പോൾ ലേബർ കോഡ് വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 12 മണിക്കൂർ ലേബർ ഡ്രൈവിംഗ് ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും KSRTC സംബന്ധമായ അപകടങ്ങളിൽ 80% കുറവ് വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തുടർച്ചയായി 24 മണിക്കൂർ ബസ് ഓടിച്ച തനിക്ക് വിശ്രമം പോലും നൽകാതെ വീണ്ടും ഡ്യൂട്ടി ഇട്ടതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കോട്ടയം ഡിപ്പോയിൽ ഡ്രൈവറായിരുന്ന തന്നെ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റിയതെന്നും ഇത്രയും കാലം താൻ ഒരു യൂണിയന്റെയും ഭാഗമായിട്ടില്ലെന്നും തൊഴിലുടമയാണ് കൂലി തരുന്നതെന്ന ബോധം പണ്ടേയുണ്ടെന്നും പെരുമ്പാവൂർ സ്വദേശിയായ നസീർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.